നമസ്കാരം, ജിഷയാണ് കേട്ടോ. വോയിസ് വല്ലാതിരിക്കുന്നത് നല്ല പനിയാണ്. എങ്കിലും ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വന്നതാണേ. നമ്മൾ എത്ര വലുതായാലും എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ചില ട്രോമകളുണ്ടല്ലോ. ആ ട്രോമകളിൽ നിന്ന് പുറത്തേക്ക് വരാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട് കേട്ടോ. അത് ഒരു നിമിഷമെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും എല്ലാവരും. ഞാൻ എന്റെ കാര്യം കൊണ്ടാണ് എല്ലാം പറയാറുള്ളത്, അതുകൊണ്ട് ഇതും ഞാൻ പറയുന്നത് എന്റെ കാര്യം കൊണ്ട് തന്നെയാണ്. എത്രത്തോളം ഞാൻ ബോൾഡ് ആണെങ്കിലും എത്രത്തോളം കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ടെങ്കിലും ചില ആളുകളിൽ നിന്ന് ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ചില റിയാക്ഷൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ പെട്ടെന്ന് നമ്മളെ പഴയ ട്രോമയിലേക്ക് തള്ളി വിടുന്നു. എനിക്ക് 2 ദിവസം മുമ്പ് മനസ്സിലായി. വളരെ ചെറിയൊരു ഇൻസിഡന്റ് ആണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് ഞാനൊരു ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോ അതിന് കമന്റ് ഒന്നും പറയാതെ എന്നെ നോക്കി കുറെ സമയം ചിരിച്ചു. എനിക്ക് ആള് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവനും ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്നാണ്. എനിക്കത് ചിരിയല്ല പ്രശ്നം, ആ ചിരിച്ച ആളായിരുന്നു പ്രശ്നം. എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാള് എന്നെ നോക്കിയിട്ട് കളിയാക്കി ചിരിച്ചപ്പോ ആ കുറച്ച് സമയം 1-2 മിനിറ്റ് ആണ്. ആ മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ കഴിഞ്ഞ 33 വർഷത്തെ ജീവിതം മൊത്തം എന്റെ മനസ്സിലേക്ക് വന്നു. ഓരോ സ്ഥലത്തും ഞാൻ അപമാനിക്കപ്പെട്ടത് മുഴുവൻ എനിക്ക് ഓർമ്മ വന്നു. ഏറ്റവും ചെറുപ്പത്തിലെ എന്റെ ഓർമ്മയിലുള്ള ഏറ്റവും ചെറിയ ഓർമ്മ പോലും ആ നിമിഷം എന്നിലേക്ക് തള്ളിക്കേറി വന്നു എന്നുള്ളതാണ് ഭയങ്കര വലിയൊരു പേടി. അതിനെത്ര കാലം ഞാനിങ്ങനെ അനുഭവിക്കേണ്ടി വരും എന്നറിയില്ല. അത് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. നമ്മുടെ ഓരോ മനുഷ്യന്മാരും എത്ര വലിയ പൊസിഷനിലെത്തിയാലും നമ്മുടെ ചെറുപ്പത്തിലെ കുറെ ട്രോമകൾ നമ്മളെ ഒരിക്കലും വിട്ടുപോവില്ല എന്നുള്ളത് ഇത്ര വലിയ റിയാലിറ്റിയാണ്. ഓരോ കുഞ്ഞുങ്ങളുടെ അടുത്തും നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരാളെ പോലും കളിയാക്കാനോ അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്യാനോ ആരും തുനിയരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. കാരണം അത് അയാൾക്ക് ലൈഫ് ലോങ്, അയാളുടെ എത്ര കാലം അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും കാലത്തോളം അത് അയാൾക്ക് വലിയൊരു ട്രോമ നൽകാൻ നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും പറ്റും. കാരണം ഞാൻ ഒരാളെ പോലും ഇന്ന് വരെ ഈ നിമിഷം പോലും ഒരാളെ പോലും ഞാൻ കളിയാക്കാറില്ല. കാരണം എനിക്കറിയാം, ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ അയാളുടെ നിറത്തിന്റെ പേരിലോ ഒരു മാലയുടെ പേരിലോ ഇന്ന് വരെ ഞാൻ ഒരാളെ പോലും ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയാം ഞാൻ അനുഭവിച്ചത് എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സിനോടും പറയാനുള്ളത്, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആരോ ആയിക്കോട്ടെ, വെറുതെ ഒന്ന് തമാശയ്ക്ക് പോലും നിങ്ങൾ അവരെ നോക്കി ചിരിക്കരുത്. നിങ്ങളുടെ തമാശയല്ല അവരുടെ ജീവിതം. നിങ്ങളുടെ ചിരി അവരിലേക്ക് എത്തുന്നത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ കടലിലേക്ക് കല്ലെറിയുന്ന പോലെയാ. കല്ലെറിയുന്നു, നമ്മൾ ആ കാണുന്നേ ഇല്ലേ പിന്നെ ആ കല്ലിനെ. പക്ഷെ ആ കല്ലുണ്ടാക്കുന്ന ഓളങ്ങളെല്ലാം കടലിന് മാത്രമല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഒരു വലിയ അപേക്ഷയാണ്, ആരെയും കളിയാക്കാതിരിക്കുക, മോശം പറയാതിരിക്കുക. നമസ്കാരം.